കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായം 18, 19, 20 വാക്യങ്ങൾ. യാക്കോബ് പദ്ദൻഅരാമിൽ നിന്ന് വന്ന ശേഷം കാനാൻ ദേശത്തിലെ ശേഖേം പട്ടണത്തിൽ സമാധാനത്തോടെ എത്തി. പട്ടണത്തിനരികെ പാളയമടിച്ചു. താൻ കൂടാരമടിച്ച നിലം ശെഖേമിൻ്റെ അപ്പനായ ഹാമോരിൻ്റെ പുത്രന്മാരോട് 100 വെള്ളിക്കാശിന് വാങ്ങി. അവിടെ അവൻ ഒരു യാഗപീഠം പണിത് അതിന് എൽ എലോഹെ ഇസ്രായേൽ എന്നു പേർ ഇട്ടു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു അബദ്ധം പറ്റുകയാണ്. അത് അബദ്ധമാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല, കണ്ടു നിൽക്കുന്നവർക്കും അറിയില്ല. സ്വർഗത്തിലെ ദൈവത്തിനറിയാം, ആത്മമണ്ഡലത്തിനറിയാം. ഒരു വിശുദ്ധൻ്റെ വഴിമാറിപ്പോക്ക് നിയോഗത്തിൽ നിന്ന് മാറിപ്പോകുന്നു. അവൻ ആത്മീയനല്ലേ? ആണ്. അവൻ സ്തോത്ര കാഴ്ച കൊടുക്കുന്നില്ലേ? കൊടുക്കുന്നുണ്ട്. അവൻ ചർച്ചയിൽ പോകുന്നില്ലേ? പോകുന്നുണ്ട്. അവൻ യാഗം അർപ്പിക്കുന്നില്ലേ? ഉണ്ട്. അവൻ പ്രാർത്ഥിക്കുന്നില്ലേ? പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. സ്തുതിക്കുന്നില്ലേ? ഉണ്ട്. പക്ഷേ അവൻ വഴിതെറ്റിപ്പോയി. ബേഥേലിലേക്ക് പോകേണ്ടവൻ സുക്കോത്തിലേക്ക് വന്നു. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ശ്രദ്ധിച്ചോ. അവൻ സമാധാനത്തോടെ എത്തി. ആ സമാധാനമെന്ന വാക്ക് ശ്രദ്ധിച്ചോ. അത് ദൈവസമാധാനമല്ല. ഒരു മനുഷ്യന് സമ്പത്തുണ്ടാകുമ്പോൾ, അവൻ ശത്രുക്കളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുമ്പോൾ അവനുണ്ടാകുന്നൊരു സ്വസ്ഥതയുണ്ട്, മാനുഷികമായ സ്വസ്ഥത. വലിയ കാശുള്ളവർ വലിയ വീട് കെട്ടി, വലിയ മതിൽ കെട്ടി, സെക്യൂരിറ്റിക്കാരെയൊക്കെ വെച്ച് സമാധാനത്തോടെ പാർക്കുന്ന പോലെ ഒരു സമാധാനം. നിലം മേടിക്കണോ? ഓക്കെ, 100 വെള്ളിക്കാശ് കൊടുത്ത് നിലവും മേടിച്ചു. അപ്പോൾ ഇവൻ്റെ ഏറ്റവും വലിയ പേടി അവൻ്റെ ഏസാവ് എന്ന സഹോദരനായിരുന്നു. 20 വർഷമായിട്ടുണ്ടായിരുന്ന ആ പേടി കർത്താവ് മനോഹരമായിട്ടങ്ങ് പരിഹരിച്ചു. അവൻ ഫ്രീ ആയി. ആ ഫ്രീഡം, ആ സ്വാതന്ത്ര്യമാണ് അവനെ ഇപ്പം തെറ്റായ രീതിയിലേക്ക് കൊണ്ടുപോകുന്നത്. അവൻ ഓർത്ത്, ഞാൻ ഇത്ര നാൾ കഷ്ടപ്പെട്ടതാണ്. വിദേശത്ത് ജോലി ചെയ്ത് വരുന്ന ആൾക്കാർ വിചാരിക്കുന്ന പോലെ ഞാൻ ഇത്ര നാൾ കഷ്ടപ്പെട്ടതാ, ഞാൻ ഇനിയൊന്ന് റിലാക്സ് ചെയ്യട്ടെ. വിശുദ്ധൻ, അവൻ കൂടാരത്തിൽ പാർക്കേണ്ടവൻ. അവൻ സുക്കോത്തിൽ പോയി വീട് കെട്ടി. അവൻ കന്നുകാലികൾക്ക് തൊഴുത്ത് കെട്ടി. ബേഥേലിൽ പോകേണ്ടവനല്ലേ? അവൻ ടെമ്പററി ആയിട്ട് അവിടെ താമസിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അവൻ അവിടെ സെറ്റിലായി. അതാണ് തെറ്റുപറ്റിയത്. യാക്കോബ് ദൈവദൂതനുമായിട്ട് ജയിച്ചു, പ്രാർത്ഥിച്ച് ജയിച്ചു, കരഞ്ഞ് ജയിച്ചു. ഏസാവ് എന്ന് പറയുന്ന വലിയ ഭീഷണി മാറിപ്പോയി. ഇസ്രായേൽ എന്ന പേര് കിട്ടി. അവൻ ഇവിടെ വന്നിട്ട് ഉണ്ടാക്കുന്ന യാഗപീഠത്തിൻ്റെ പേര് ശ്രദ്ധിച്ചോ. എൽ എലോഹെ ഇസ്രായേൽ. അതെല്ലാം അവൻ ഓർമ്മയുണ്ട്. കാരണം അവൻ രാജ്യം കിട്ടി. നമ്മൾ കർത്താവിലേക്ക് വന്നു. നമ്മൾ പാവപ്പെട്ടവരായിരുന്നു, ബലഹീനരായിരുന്നു, രോഗികളായിരുന്നു, എല്ലാവരും പാപികളായിരുന്നു. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടി. ദൈവം മറ്റ് പല കാര്യങ്ങളിലും അനുഗ്രഹിച്ചു. ഈ ഇപ്പോഴത്തെ വചനത്തോടുള്ള ബന്ധത്തിൽ നമ്മളൊരു രാജ്യം നമുക്ക് കിട്ടി. അതിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും കിട്ടി. പക്ഷെ നമ്മൾ അടുത്ത് അന്വേഷിക്കേണ്ട എന്തായിരുന്നു? ബേഥേലായിരുന്നു. തെറ്റിപ്പോയി. ആലയം, അതുപോലുള്ള കാര്യങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അന്വേഷിച്ചില്ല. ഭൗതിക അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവത്തെ സേവിക്കാമെന്നുള്ള നിലയിലേക്ക് നമ്മൾ വളർന്നു. കർത്താവ് പറഞ്ഞു, എനിക്കിതൊന്നും വേണ്ട, ഞാൻ തന്നതേ നിനക്കുള്ളൂ. ലാബാൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചത് ഞാൻ, ഏശാവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചത് ഞാൻ. നീ ജീവനോടെ ഇരിക്കുന്ന എൻ്റെ കൃപ, നിനക്ക് ഈ സമ്പത്തും സ്വത്തും എല്ലാം ഉണ്ടായത് എൻ്റെ കൃപ. എന്നെ പ്രസാദിപ്പിക്കണമെങ്കിൽ ഞാൻ പറയുന്നിടത്ത് നിൽക്കുക, ഞാൻ പറയുന്നിടത്ത് വരിക. രണ്ടാമത്, ഇത് നിൻ്റെ നേർച്ചയും കൂടെയാണ്. എൻ്റെ കഷ്ടകാല സമയത്ത് നീ സത്യമായിട്ട് എന്നെ വിളിച്ചപേക്ഷിച്ചു. നീ എന്നോട് പ്രോമിസ് ചെയ്തതാണ്, ഞാൻ ബേഥേലിൽ വരാമെന്ന്. ഹല്ലേലൂയ. നീ നിർത്തിയ ആ കൽത്തൂൺ ഒരു ആലയമാക്കുമെന്ന് നീ തന്നെ വാഗ്ദത്തം ചെയ്തതാണ്. അതുകൊണ്ട് ഇവൻ്റെ ജീവിതത്തിൽ ചില കഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അപമാനങ്ങളുണ്ടായി, ഭയമുണ്ടായി, ടെൻഷനുണ്ടായി. അപ്പോൾ ജീവിതത്തിൽ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ടെൻഷനുകളൊക്കെ വരുമ്പോൾ ഒന്ന് ഓർക്കണം, കർത്താവ് നമ്മളെ ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു, ശരിയായ ഡയറക്ഷനിലേക്ക് തിരിക്കാൻ ആഗ്രഹിക്കുന്നു. തിരിഞ്ഞാൽ മതി, അപ്പോൾ ഓക്കെ ആകുകയാണ്, പ്രതികൂലം മാറുകയാണ്, അപ്പോൾ സന്തോഷം വരികയാണ്. ദൈവം യാക്കോബിനോട് 35-ാമത്തെ തീയതി പറഞ്ഞു, ബേഥേലിലേക്ക് പോകുക. നിന്റെ സഹോദരനായ ഏശാവിൻ്റെ മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക. യാക്കോബ് അങ്ങോട്ട് പോയി. ഹല്ലേലൂയ. ഒരാത്മീയന് കർത്താവിൽ വന്നവൻ, അവൻ റിലാക്സ് ചെയ്യുന്നത് പോലും, അവൻ സമാധാനം ആചരിക്കുന്നത് പോലും
കർത്താവിനെ കൂടാതെ ആകരുത്. കാരണം ശത്രു ഒരിക്കലും ലീവ് എടുക്കുന്നില്ല. നമ്മുടെ ശത്രുവായ സാത്താൻ അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. അങ്ങനെ ചുറ്റി നടക്കുമ്പോൾ നോക്കുകയാണ്, ഒരുത്ത റിലാക്സ് ചെയ്യുന്നു, അവനെ ആക്രമിക്കാം. നമുക്ക് വിശ്രമം ദൈവം തരും, സ്വസ്ഥത ദൈവം തരും. മോശയുടെ ദൈവം പറയുകയാണ്, ഞാൻ നിൻ്റെ കൂടെ വരും, ഞാൻ നിനക്ക് സ്വസ്ഥത തരും. നമ്മൾ ആഗ്രഹിക്കുന്ന റിലാക്സേഷൻ, നമ്മൾ ആഗ്രഹിക്കുന്ന വിശ്രമം, ഉല്ലാസം, സന്തോഷം കർത്താവ് തരും. കർത്താവിൻ്റെ കയ്യിലുണ്ട്. കർത്താവിന് അറിയാം നമ്മുടെ എമോഷണൽ നീഡ്, ആത്മീയ ആവശ്യം, നമ്മുടെ മാനസിക ആവശ്യം, ശാരീരിക ആവശ്യം ദൈവത്തിന് അറിയാം. എന്തുകൊണ്ട്? അവൻ മനുഷ്യനായി വന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമുക്ക് അവനെ തന്നെ ആശ്രയിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. സ്വർഗം നിങ്ങളെ ജയിപ്പിക്കട്ടെ, ജയത്തിൽ നിന്ന് ജയത്തിലേക്ക് കൊണ്ടുപോകട്ടെ. ആമേൻ.